ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ചു വീണ മരിച്ച വിഴിഞ്ഞത്തെ അനന്തുവിന്റെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് അദാനി ഗ്രൂപ്പ്. അദാനി ഗ്രൂപ്പ് അധികൃതർ അനന്തുവിന്റെ വീട്ടിലെത്തി കുടുംബത്തെ കണ്ടു. ഇക്കാര്യം അറിയിച്ചിട്ടുമുണ്ട്. അലമീൻ നമുക്കൊപ്പം വീണ്ടും എത്തുന്നു. അലമീൻ, അനന്തുവിന്റെ കുടുംബത്തിന് സഹായം നൽകുമെന്നാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ, അനന്തുവിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു നടപടി അദാനി ഗ്രൂപ്പ് സ്വീകരിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ വായ്പ ഉൾപ്പെടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബത്തിന് നഷ്ടപരിഹാരമായി 1 കോടി രൂപ നൽകാമെന്നുള്ളതാണ് അദാനി ഗ്രൂപ്പ് പ്രതിനിധികൾ ഇപ്പോൾ അനന്തുവിന്റെ കുടുംബത്തെ സന്ദർശിച്ച് അറിയിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ തുക കൈമാറുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അദാനി പോർട്ടിലേക്ക് കല്ലുമായി പോയ ടിപ്പർ ലോറി, അതിൽ നിന്ന് പാറക്കല്ല് തെറിച്ചു വീണാണ് അനന്തു അപകടത്തിൽപ്പെടുന്നതും ദാരുണാന്ത്യം സംഭവിക്കുന്നതും. കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിലടക്കം അദാനി ഗ്രൂപ്പ് നഷ്ടപരിഹാരം നൽകണമെന്നൊരു ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. പിന്നാലെ സർക്കാരും അദാനി ഗ്രൂപ്പിനോട് ഒരു തുക നഷ്ടപരിഹാരമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എത്രയാണ് തുക നൽകേണ്ടതെന്ന് സർക്കാർ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു തുക നിങ്ങൾ നൽകണമെന്ന് അദാനി ഗ്രൂപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതാണ് അദാനി ഗ്രൂപ്പ് തന്നെ തീരുമാനിച്ചാണ് 1 കോടി രൂപ നൽകാമെന്ന് ഇപ്പോൾ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് കല്ലുമായി പോയ ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ചു വീണ ഒരു അധ്യാപികയുടെ കാലിന് പരിക്ക് പറ്റിയിരുന്നു. ഈ അധ്യാപികയ്ക്കും അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നുള്ളതാണ് അദാനി ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത്. അത് തുക എത്രയാണ് എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കാമെന്നുള്ളതാണ് അദാനി ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നിരുന്നു. അതിനുശേഷം ഈ അദാനി തുറമുഖത്തേക്ക്, വിഴിഞ്ഞം തുറമുഖത്തേക്ക് കല്ലുമായി പോകുന്ന ടിപ്പർ ലോറികൾക്ക് മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഇപ്പോൾ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ ചില നിർദ്ദേശങ്ങൾ കൂടി പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം, പൂർണ്ണമായും അതായത് പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കല്ലുകൾ ഈ വാഹനങ്ങളിൽ കയറ്റുവാൻ പാടില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ വാഹനത്തിൻ്റെ ബോഡിയുടെ ഉയരത്തിന് മുകളിൽ ഒരു കാരണവശാലും ലോഡ്, കല്ലോ പൊടിയോ എന്തായിരുന്നാലും അത്തരം സാധനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് ടാർപോളിനുൾപ്പെടെ കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് മൂടി കയറ് കൊണ്ട് ആവരണം ചെയ്ത് പോകണമെന്നൊരു നിർദ്ദേശം കൂടി പറഞ്ഞിരിക്കുകയാണ്. വാഹനത്തിൻ്റെ സ്പീഡ് ഗവർണറും അതുപോലെ തന്നെ GPS സംവിധാനം ഉൾപ്പെടെ പ്രവർത്തനയോഗ്യമായിരിക്കണം. രാവിലെ 8 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 3:30 മുതൽ 5:30 വരെയും ടിപ്പർ വാഹനങ്ങൾ പൊതുനിരത്തിൽ ഓടിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം. അങ്ങനെ നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മാർഗരേഖയായി ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുന്നത്. അത് പാലിക്കുമോ എന്നുള്ളത് കൃത്യമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധിക്കണം, നിരീക്ഷിക്കണം എന്നൊരു നിർദ്ദേശം കൂടി ഈ മാർഗനിർദ്ദേശത്തിൽ ഉണ്ട്. അത് പാലിക്കപ്പെടുമോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നമ്മളടക്കം ജാഗ്രതയോടെ നോക്കിക്കാണേണ്ടതാണ്, കണ്ടറിയേണ്ടതാണ്. ഏതായാലും ദാരുണമായ അപകടത്തിൽ മരിച്ച അനന്തുവിന്റെ കുടുംബത്തിന് നേരിയ തോതിലെങ്കിലും ആശ്വാസം പകരുന്ന ഒരു നടപടി അദാനി ഗ്രൂപ്പ് സ്വീകരിച്ചിരിക്കുന്നു. 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുമെന്നുള്ളത് കുടുംബത്തെ സംബന്ധിച്ച് കമ്പനി പ്രതിനിധികൾ അറിയിച്ചിരിക്കുകയാണ്. സുജയ. ഓക്കെ അലമീൻ, 1 കോടി രൂപ അനന്തുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകും എന്നാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് അധികൃതർ അനന്തുവിന്റെ വീട്ടിലെത്തി അറിയിച്ചിരിക്കുന്നത്. അനന്തുവിന്റെ കുടുംബത്തിന് സഹായം നൽകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. അക്കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അലമീനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.